അമ്മ എന്താ ടെൻഷൻ പോലെ? എന്തു പറ്റി? അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മോളെ. എനിക്ക് ആകെ പേടിയാവുക. ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോൾ വല്ലാത്ത വിഷമം പറഞ്ഞായിരുന്നു. 1-2 കടം മേടിച്ചിട്ടുള്ള 1-2 പേരെ അങ്ങാണ്ട് ഇന്ന് വീട്ടിൽ വരുമെന്നൊക്കെ പറഞ്ഞ് അവളാകെ വിഷമത്തിലാണ് വെച്ച്. എന്തൊരവസ്ഥയാന്ന് നോക്കി. എങ്ങനെ ജീവിച്ചവരാ? ഇങ്ങനെ കടവും കടത്തിട്ട് കൂടും വരുമെന്ന് വല്ലതും വിചാരിച്ചോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാത്രി കിടന്നുറങ്ങുമ്പോൾ പേടിയാ. 2 ദിവസം മുന്നേ ഞാൻ ആവശ്യമില്ലാത്ത കുറെ സ്വപ്നവും കണ്ടു. നമ്മളായിട്ട് അവർക്ക് കട ഉണ്ടാക്കി കൊടുത്തോന്നല്ലോ. നമ്മുടെ വർത്തമാനം കേട്ടതൊന്നും നമ്മളെന്തോ പാവം ചെയ്ത കൂട്ടാണ്. അവരായിട്ട് വരുത്തി വെച്ചല്ലേ. ചില്ലറ അഹങ്കാരമൊന്നും അല്ലായിരുന്നു ചേച്ചിക്കും ലീനും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വേറെ ബിസിനസ്, ആ ബിസിനസ് പറ്റിയില്ലെങ്കിൽ ഈ ബിസിനസ്, അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പൊ ലോകമെമ്പാടും കടം ഉണ്ടാക്കി വെച്ചപ്പോ സമാധാനമായില്ലേ. ഇപ്പൊ കടത്തിന്റെ കടവും കടത്തിന്റെ കൂടും. അനുഭവിക്കട്ടെ, നമ്മളിപ്പോ എന്ത് പറയാനാണ്? അവരെ എത്രയാന്ന് വെച്ചാ കുറ്റപ്പെടുത്തണേ. ഇനിയിപ്പോ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? പാവങ്ങള്. അളിയന്റെ കൂട്ടി ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുള്ള ഭാര്യമാരാണ് ഇങ്ങനെ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കണതേ. എന്ത് ചെയ്യാൻ പറ്റും? അമ്മേ, മോളെ, ഇത് എന്നാ പരിപാടി നീ കാണിച്ചത്? ഞാൻ എന്തോരം വിളിച്ചെന്നറിയോ ഫോണില്? നീ ഫോൺ എടുക്കാല്ലേ? അമ്മ വിളിച്ചത് ഞാൻ കണ്ടായിരുന്നു. ബസ്സിൽ നിൽക്കുമായിരുന്നു. എന്തൊരു തിരക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് തന്നെ വരികയല്ലേ, പിന്നെ ഇത്ര ഫോൺ എടുക്കണേന്ന് വിചാരിച്ചു. ഇത് എന്നാ ഒരു കോലം ആടിയത്? ഭക്ഷണവും തീറ്റയൊന്നും ഇല്ലേ? എന്ത് കോല? ക്ഷീണിച്ചാകെ ഒരു പരുവായല്ലോ. അതൊക്കെ ക്ഷീണിക്കന്നെ. മനുഷ്യന് തൊണ്ടേന്ന് വല്ല ഇറങ്ങിയാലല്ലേ ക്ഷീണിക്കാണ്ടിരിക്കുള്ളൂ. അല്ല, ഇതാരാണീ പറയണത്? ഇന്ന് രാവിലെ കാക്ക ഇങ്ങനെ നീട്ടി വിളിക്കണ കേട്ടപ്പോ തന്നെ തോന്നിയ ഇന്ന് തന്നെ വരും. എല്ലാ ആഴ്ചയും ചേച്ചി വരാറുണ്ടല്ലോ. ഈ ആഴ്ച കാണാഞ്ഞപ്പോ ഞാൻ തോന്നി ഇന്ന് വരുമെന്ന്. അവള് വന്ന് കേറിയല്ലേ ഉള്ളൂ. നീ ഇച്ചിരി നാരങ്ങ വെള്ളം ഉണ്ടാക്ക്. വെയിലത്തുനിന്ന് വന്നല്ലേ. ഈ സമയത്തിന് എന്ത് വെള്ളം കുടിക്കല്? ഞാനേ ചോറിന് എന്തെങ്കിലും കറി ഉണ്ടാക്കട്ടെ. ഒന്നും ഇരിപ്പില്ലായിരുന്നു ചേച്ചി. ഇനിയിപ്പോ ചേച്ചിക്ക് അങ്ങനെയൊന്നും തന്നിട്ട് വിട്ടാ ഇവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ചേച്ചി ഇവിടുത്തെ മോളല്ലേ. നിങ്ങൾ സംസാരിച്ചിരിക്കി. നിങ്ങൾക്കിപ്പോ അതന്നെയല്ലേ പണിയുള്ളൂ. അടുക്കള പോയിട്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് ഞാനല്ലേ. ഇങ്ങനെ ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന അടുക്കളയിലുള്ളവർക്കല്ലേ ബുദ്ധിമുട്ട്. വാ വാ വാ. നാത്തൂര് ഞാൻ പറയണതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല തോന്നുന്നമ്മ. ഈയിടെയായിട്ട് അവളുടെ സംസാരമൊക്കെ എങ്ങനെയാന്നേ. ഞാനൊന്നും കാര്യമാക്കണ്ട. എനിക്ക് എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോ? സാധാരണ അമ്മായിമ്മമാരുടെ കൂട്ട് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോകാൻ? അതും ചെയ്യാം, അതിൻ്റെ അപ്പുറവും ചെയ്യാം. അമ്മാതിരി സാധനമാണ്. നീ വേണ്ട, വാ ഉള്ളോട്ട് പോ. എന്തായി മോളെ വീട്ടിലെ അവസ്ഥ? നീ ഇന്നലെ രാത്രി ഫോൺ വിളിച്ചു വെച്ചിട്ട് എനിക്കാണെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റണ്ടായിരുന്നില്ല. വീട്ടിലെ അവസ്ഥ ഒന്നും പറയണ്ടമ്മേ. എന്തു ചെയ്യുമെന്ന് അറിയാൻ മേലാണ്ട് ഒരു തിക്കും വെളിവില്ല. എന്നാൽ രാത്രി ഞാൻ എങ്ങനെയാ കിടന്ന് ഉറങ്ങിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. സത്യം പറഞ്ഞ ഇപ്പൊ വീട്ടിൽ ആരും ഒന്ന് കോളിബില്ലടിച്ചാലും പേടിയാ. വല്ല കടക്കാർ ചീത്ത വിളിക്കാൻ വരാതെ വിചാരിച്ചിട്ട് മടുത്തു എന്ന് പറഞ്ഞു. മടുത്തു. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ആലോചിച്ച, നമ്മുടെ മരിച്ചുപോയ അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല. അച്ഛൻ മരിച്ച വഴിക്ക് മോൻ്റെ പേർക്ക് എല്ലാം എഴുതി വെച്ചിട്ട് അങ്ങ് പോയി. ഒരു 10 പൈസയുടെ അവകാശം എനിക്ക് പോലും അങ്ങേര് തന്നിട്ട് പോയില്ല. നിങ്ങളുടെ അച്ഛനൊക്കെ ആയിരിക്കും കാര്യം. എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു 4-5 സെൻറ്റ് സ്ഥലം വിറ്റാൽ തന്നെ നിങ്ങളുടെ കടം വീട്ടാവുന്നേ ഉള്ളൂ. 1-2 ഏക്കർ സ്ഥലമല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളുടെ കടം വീട്ട ഒരു 5 സെൻറ്റ് സ്ഥലം വിറ്റാൽ മതി. അത് തരാൻ പോലും എൻ്റെ വഴിയില്ല മോളെ. ഈ ഉള്ള സ്വത്ത് മൊത്തം അവൻ്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് അവക്കാണെങ്കിൽ ചില്ലറ അഹങ്കാരമൊന്നുമല്ല. തൊട്ടേനും പിടിച്ചതിനൊക്കെ എന്നെ പല രീതിയിലും പ്രവചിച്ചു. അത് നിങ്ങളുടെ വിഷമത്തിൻ്റെ കൂടെ ഇവിടെ നടക്കുന്ന കാര്യം നിന്നെ വിളിച്ച് പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ വെച്ച് ഞാനൊന്നും പറയാത്ത. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാര്യം അവളുടെ കയ്യിൽ നല്ലോണം സ്വർണ്ണമൊക്കെ ഇരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അത്യാവശ്യം ബാലൻസും ഉള്ളതല്ലേ, ബാങ്ക് ബാലൻസും ഉള്ളതാണ്. കാര്യം അവർക്ക് സഹായിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവരായിട്ട് ചെയ്യാണ്ട് നമ്മളെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോളെ? ഈ കുത്തുവാക്കൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് ഒട്ടും വിചാരിച്ചല്ല. പക്ഷെ 2-3 പേരുടെ അടുത്തുള്ള ആളെ അമ്മ ഡേറ്റ് പറഞ്ഞേക്കണേ. അവർക്ക് നാളെ പൈസ കിട്ടിയില്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കുന്ന പറയണേ. എന്ത് ചെയ്യും അമ്മ? ഒരു വഴിയുമില്ല. ഞാൻ ചേട്ടനോട് ഇച്ചിരി പൈസ ചോദിക്കാമെന്ന് വിചാരിച്ചാൽ വന്നേ. ചേട്ടൻ ചോദിച്ചാൽ തരുമോ അമ്മ? ഇത്രയും കാലം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ചേട്ടനോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇതിപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ തരുമോ അമ്മ? അവരറിഞ്ഞ് ചെയ്യാത്തയായിരിക്കും. ചിലപ്പോൾ നീ ചോദിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നതായിരിക്കും അവൻ. എത്രയായാലും നിന്റെ കൂടപ്പിറപ്പല്ലേടി. അവൻ എന്തെങ്കിലും സഹായിക്കാതിരിക്കത്തില്ല. നീ എന്തായാലും അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അവൻ എന്തെങ്കിലും സഹായിക്കാതിരിക്കത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. അവൻ എന്തെങ്കിലും ചെയ്യും.
നീ പേടിക്കാതിരിക്കുക, അപ്പം ചെയ്യും. ഓഹോ, അപ്പം എൻ്റെ ചേട്ടനോട് പൈസ കടം ചോദിക്കാൻ വേണ്ടി വന്നതാണല്ലേ പെങ്ങള്? തരുമായിരിക്കുമല്ലേ. ഞാൻ ഒരു പ്രതീക്ഷയും കൊണ്ടാണ് വന്നത്. അങ്ങേരുടെ അടുത്ത് അതും പറഞ്ഞാൽ വന്നത്, എന്തേലും വഴി കാണാതിരിക്കത്തില്ലെന്നും പറഞ്ഞു. ആരും 1:30 ആകുമ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കും, അവൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയം. അപ്പം എന്തായാലും ചേട്ടനെ വിളിച്ച് ചോദിച്ചു നോക്കാം. കുറച്ചെങ്കിലും തന്ന കടക്കാർക്കൊന്ന് പറഞ്ഞു നിർത്താനുള്ള വഴിയെങ്കിലും ആയാലേ. ഓഹോ, ശരിയാക്കി തരാം ഞാൻ. ഓഹോ, അപ്പൊ ഇവളുടെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ? ഓ, രാവിലെ തന്നെ കെട്ടിക്കറി വന്നേക്കുക എൻ്റെ ചേട്ടനോട് പൈസ ചോദിക്കാൻ. അവരോ കടം കൂറി മുടിഞ്ഞു കിടക്കുക, എന്നിട്ട് ഞങ്ങളെ കൂടെ കടത്തിന്റെ കൂടെ കൂട്ടാൻ വേണ്ടി പൈസ ചോദിക്കാൻ വിളിച്ചേക്കുന്നത്. അയ്യോ, ചേട്ടനെ വിളിച്ച് ഇപ്പൊ തന്നെ കാര്യം പറയാം. ഹലോ ഹലോ ഹലോ, ഞാൻ പറയണ കേക്ക്, സമാധാനമായിട്ട് കേക്ക്. അതെ, നിങ്ങളുടെ പെങ്ങൾ ഇവിടെ വന്നിരിപ്പുണ്ട്. പറയണം അങ്ങോട്ട് കേക്ക്. ഓ, ഈ ഡയലോഗ് ഓടിക്കുന്നു. അതെ, പെങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങളോട് പൈസ ചോദിക്കാൻ വേണ്ടി വന്നേക്കണത്. എത്രയോ വലിയ കടം വാങ്ങാണ്ടുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ കടമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എന്തോ കൂടിയ പൈസ ചോദിക്കാൻ വേണ്ടി നിങ്ങളെ ഇന്ന് വിളിക്കും. 1:30 ആകുമ്പോൾ വിളിക്കുന്ന ഞാൻ കേട്ടത്. ഞാൻ ഒളിഞ്ഞത് കേട്ടതാ. നിങ്ങളില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. അയ്യടാ, നിങ്ങൾ സമ്പാദിക്കണതേ വലിയമാർക്ക് ഇങ്ങനെ കടം വീട്ടാനുള്ളതല്ല. കാര്യം നിങ്ങളുടെ പെങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ കൊടുത്താൽ കിട്ടിയാലേ ചേട്ടാ. നമുക്ക് 2 പെൺപിള്ളേരാണ് വളർന്നു വരുന്നത്. ഇങ്ങനെ പൈസ അവരെ വീഴൊന്നും കൊടുത്തിട്ടൊക്കെ പറ്റില്ല. ആ കൊച്ചുങ്ങളൊക്കെ കെട്ടിച്ചുകൊണ്ടല്ലേ. കാര്യം 6-7 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അതുങ്ങൾ കെട്ടിച്ചുകൊണ്ടേ. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വിളിക്കുമ്പോൾ ആ പൈസ ആർക്കെങ്കിലും കൊടുത്തതോ അല്ലെങ്കിൽ മറച്ചെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇല്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, വേറെ ഒരു വർത്താനവും ഇല്ല കേട്ടോ. അയ്യയ്യയ്യ, വലിയ മനസ്താപമൊന്നും തോന്നണ്ട. ഞാൻ പറയണ കേൾക്കാണ്ട് നിങ്ങളെങ്ങാനും പൈസ കൊടുത്ത് ഞാൻ ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ പോകും. പിന്നെ ഈ വീട്ടിലും കയറത്തില്ല കേട്ടോ. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. എന്നാ ശരി. ആങ്ങളേക്ക് പെങ്ങളോട് വലിയൊരു സ്നേഹം. ഞാൻ സമ്മതിക്കില്ല. അവിടെ പൈസ കഴിക്കാൻ വന്നേക്കുന്നു. ഇല്ലേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ച. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അങ്ങോട്ട് എത്തണ്ടേ. ശരിയല്ല. അവൻ എന്നെ പറഞ്ഞ് തരാന്ന് പറഞ്ഞില്ലേ? ഇല്ലമ്മ, ചേട്ടൻ്റെ കയ്യിൽ പൈസ എടുക്കാനില്ലെന്ന് പറഞ്ഞേ. അവർ ഈയിടെയുള്ള ബാങ്ക് ബാലൻസ് ഒക്കെ എന്തോ വേറെന്തോ കാര്യത്തിന് വേണ്ടി ഒരു ഫ്രണ്ടിന് കൊടുത്തേക്കാന്ന്. അതൊരു 5-6 മാസം കഴിയാണ്ട് കിട്ടില്ലാന്ന്. ഇപ്പം അങ്ങോട്ട് ചോദിക്കാനും പറ്റില്ലാന്ന്. പൈസ ഇല്ലെന്നാ പറഞ്ഞമ്മേ. അവനങ്ങനെ ചെയ്യുന്നതല്ലല്ലോ. നിന്നെയൊക്കെ വലിയ ഇഷ്ടമാണ്. നിന്റെ കാര്യം ഓർത്തിടയ്ക്ക് വിഷമം പറയാറുണ്ട്. അവനങ്ങനെ ഇല്ലെന്ന് പറയണ്ടല്ലോ. സാരമില്ല, ദൈവം എന്തേലും വഴി ഉണ്ടാക്കും. ഞാനെന്നാ പിന്നെ ഇറങ്ങട്ടെ അമ്മ. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവിടെ എത്തണം. ഞാൻ എന്നാലും ഇപ്പം തന്നെ ഇറങ്ങാം കേട്ടോ. ഞാനൊന്ന് ഇറങ്ങട്ടെ കേട്ടാ, പിള്ളേർ വരുമ്പോഴേക്കും അവിടെ എത്തണ്ടേ. നീ വിഷമിക്കണ്ട മോളെ. അവൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരട്ടെ. വല്ല പലിശക്കാരുടെ നിന്ന് വല്ലതും കിട്ടാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നീ വിഷമിക്കണ്ട, എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. നീ ഇങ്ങനെ വിഷമിച്ച് ഒരു പൈസയുടെ ആവശ്യം പറഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ട് 10 പൈസ തന്നിടാൻ പറ്റാത്തതിൻ്റെ വിഷമം അമ്മയ്ക്ക് നല്ലോണമുണ്ട്. നീ വിഷമിക്കാണ്ടിരിക്കുക. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അമ്മ വിളിക്കാട്ടോ വൈകുന്നേരം. വിളിക്കാണ്ടിരിക്കുക. അമ്മ വെറുതെ ടെൻഷൻ അടിച്ചിട്ടേ പ്രഷറൊന്നും കൂട്ടാൻ നിൽക്കണ്ട. ഇനി അധികം ആവശ്യമില്ലാത്ത വയ്യായൊന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടാ. ഞാൻ പോവുക. അവിടെ എത്തിയിട്ട് വിളിക്കാം. അയ്യോ, ഇറങ്ങിയോ? ഒന്ന് ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ട് പോകണ്ടേ? എന്ത് പണിയാ കാണിച്ചത്? ഞാനാണെങ്കിൽ ബാത്റൂമിലായിരുന്നു. എന്നാ ഞാൻ കുറച്ച് അരി എടുത്ത് വെച്ചാ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാ. വലിയ സുഖമില്ല, ഇവിടെ ആരും കഴിക്കണില്ല. അമ്മയ്ക്കും ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല, പിള്ളേർക്കും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ റേഷനരി കഴിക്കാത്തോണ്ടേ തീരെ ഇഷ്ടമല്ല. ചെറുതായിട്ടൊരു മണം വന്നിട്ടുണ്ട്. ഒന്ന് വെയിലത്തിട്ടാൽ മതി. ചെറിയ ചെള്ളു പോലത്തെ പാറ്റിയില്ലേ, അതൊക്കെ ഉണ്ട്. അത് സാരമില്ല, അതൊക്കെ എല്ലാ അരിയിലും ഉണ്ടാവില്ലേ. ഒന്നേ വെയിലത്തിട്ടാൽ മതി. ഒന്ന് കൊണ്ടുപോയിക്കോ. നിങ്ങളാകുമ്പോൾ റേഷനരിയൊക്കെ കഴിക്കുമല്ലോ. ഒന്നാമത് ഇങ്ങനെ പൈസ ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയിൽ അരിയൊക്കെ മേടിച്ച് വെറുതെ കാശുകൾ എന്തിനാണ്? ഇത് ഇവിടെ ഇരിക്കുമ്പോൾ 5 കിലോ ഉണ്ട്. കുറച്ച് ദിവസത്തേക്കായി. വാങ്ങിച്ചോ മോളെ, വാങ്ങിച്ചോ, കൊണ്ടുപോയിക്കോ. ശരി, അവിടെ എത്തിയിട്ട് വിളിക്കണേ മോളെ. ശരിയെന്ന് നാത്തൂന്. അമ്മ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാട്ടോ. നമുക്ക് വേണ്ടാത്ത റേഷനരിയാണോ നീ അവൾക്ക് കൊടുത്തു വിടണേ? ആ പോയതേ എൻ്റെ മോളാ. എൻ്റെ ഈ വീട്ടിൽ എൻ്റെ മോൻ എന്തൊക്കെ അവകാശം ഉണ്ടോ അതേ അവകാശങ്ങൾ അവൾക്കും ഉണ്ട്. പണ്ടൊക്കെ ഭിക്ഷക്കാർ വന്നാൽ പഴയ ആവശ്യമില്ലാത്ത അരി സാധനങ്ങളും കൊടുത്തു കൊണ്ടുവിട്ടെ. എൻ്റെ മോക്ക് അതി കൊടുത്തു വിട്ടെ. അതിനിപ്പോ എന്താണ്, ഇവിടെ ഇരുന്ന അരി കൊടുത്തു. അതിനിപ്പോ നല്ല കാര്യമല്ലേ ഇത്? എല്ലാ പ്രാവശ്യം ചേച്ചി വരുമ്പോ കെട്ടുകടിക്കുന്ന സാധനങ്ങളായിട്ട് പോകണേ. ഈ പ്രാവശ്യം ഒന്നും കൊണ്ടുപോയില്ല. കാര്യം ആ റേഷനറി കളയാനിരുന്ന. ഞാൻ വിചാരിച്ചു ചേച്ചി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടോട്ടെ. അതിനിപ്പോ എന്താ, റേഷനറി ചോദിച്ചിട്ട് എത്രയോ പേര് ജീവിക്കണ്ടല്ലോ. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് ഇതാണല്ലോ പണി, എന്നോട് ചോദിക്കാൻ. ഒന്ന് പോകാനുള്ളതാണ്.